ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ഒരു കോവിഡ് കാലഘട്ടത്തിലൂടെയാണ് ഈ കുട്ടികളെല്ലാം കടന്നുപോയേക്കുന്നത്. അപ്പം അവൻ ഇവിടെ വരുന്ന ടൈമിൽ റീഡിംഗ് എന്ന് പറയുന്നത് അവൻ നല്ല ബാക്കിലായിരുന്നു. കുറേ കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തതൊക്കെ ഉണ്ടാകും, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവനത് പറ്റിയില്ല. അപ്പോൾ റീഡിംഗ് അവൻ നല്ല ബാക്ക് ഔട്ടായി. ഈ ഒരു 1 ഇയർ കൊണ്ട് അവൻ ആ റീഡിംഗ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ തന്നെ നല്ലൊരു രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കി തന്നു. അത് ഇവിടുന്ന് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അവർക്ക് ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ട്രഡീഷണൽ ലേണിംഗ് മെത്തേഡ് മാറിയിട്ട് ഒരു എക്സ്പെരിമെന്റൽ ലേണിംഗ്, അതായത് അവർ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് ഓരോ വിസിറ്റ് പോകാറുണ്ട്. ഇപ്പോൾ പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി അഗ്രികൾച്ചർ കോളേജസിൽ കൊണ്ടുപോയി അങ്ങനെ അവരെ കാണിച്ചു കൊടുത്ത് അത് അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം ആ കുട്ടികൾക്ക് കുറേ കാര്യം കൂടെ മനസ്സിലാക്കുകയാണ്. അപ്പം ഒരു ബൈഹാർട്ട് എന്നുള്ള രീതിയിൽ നിന്നുപരി അവർ അത് കണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് ഇവർ കൂടുതലും കൊണ്ടുപോയിരിക്കുന്നതും. അക്കാഡമിക്കലി അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സ്കൂളായിട്ട് തന്നെയാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്.